ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സ്ഥലത്തുണ്ടായിരുന്നില്ല. തിരുപ്പൂർ വരെ ഒരു സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു പോകേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ച സ്പർദ്ധനാണ് സംസാരിച്ച് എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് അല്പ മിനിറ്റുകൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ താല്പര്യപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും വഹിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന വിഷയത്തെക്കുറിച്ച് എസെക്കിയേൽ സാർ എഴുതിയ പുസ്തകം ഒന്ന് കാണുവാനും നേരത്തെ എൻ്റെ കയ്യിലുള്ളതായിരുന്നു. എങ്കിലും ഈ ദിവസങ്ങളിലൊന്ന് അത് മറിച്ചു നോക്കുവാനൊക്കെ ഇടയായി. അത് മറിച്ചു നോക്കിയപ്പോൾ അല്പം ഭയം തോന്നുന്ന അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന നിലയിലാണ് എൻ്റെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വന്നത്. ഞാനത് സഹോദരനോട് സംസാരിച്ചു, ഷെയർ ചെയ്തു. അദ്ദേഹം അതിനെ വിലയിരുത്തിയിരിക്കുന്നത് കുറേയൊക്കെ വിശദീകരിച്ച് അങ്ങനെ എഴുതും. കർത്താവും നമ്മളും എന്ന് പറഞ്ഞാൽ ആ ബന്ധം നമ്മുടെ രക്ഷകനും നമ്മുടെ ആത്മമണവാളനും ആ ഒരു നിലയിൽ അത്ര പേടിക്കേണ്ടതില്ല എന്നാണ് താൻ വിശദമാക്കിയത്. ഞാൻ ചില ഭാഗങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ അപ്പനും മക്കളും പോലെയുള്ള പ്രശ്നമേ അതിൽ കണക്കാക്കാനുള്ളൂ എന്ന് വളരെ സ്നേഹത്തോടുകൂടെ തൻ്റെ പരിമിതമായ നിലയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ആ പുസ്തകത്തിലെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയം അല്പമൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ പലരും അവഗണിക്കുന്ന, ഞാനുൾപ്പെടെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു മേഖലയായിട്ട് നമുക്കറിയാം കാര്യങ്ങൾ. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അത് അപ്പനും മക്കളും പോലെ ഭാര്യയും ഭർത്താവും പോലെയുള്ള ഒരു പ്രശ്നമായിട്ടിരിക്കുന്നു എന്നൊരു നിലയിലാണ് പൊതുവെ ദൈവജനം കണക്കാക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അല്ല, ആ വിഷയത്തിലൊക്കെ അവഗാഹ പാണ്ഡിത്യമുള്ളവരുണ്ടായിരിക്കും എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. എന്നാൽ ആ വിഷയം പഠിച്ചു വന്ന് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൽ സംതൃപ്തനായിരിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, സംതൃപ്തി എന്നുള്ളത് വളരെ ലഘുകാര്യമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ജീവിതത്തിൽ സന്തുഷ്ടനായി സംതൃപ്തനായി ദൈവം ഒരുക്കുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവത്തോട് സ്തോത്രം പറയുവാൻ കഴിയുന്ന ഒരു ഹൃദയ നിലയാണ് ദൈവത്തിന് പ്രസാദകരം, ദൈവത്തിന് പ്രയോജനകരമായി ജീവിക്കുവാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീടാണ് എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ വലിയൊരു പ്രോസസ്സായിട്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തെ മനസ്സിലാക്കുവാൻ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സ് ആ വിഷയങ്ങളിലാണ് ഉടക്കി കിടന്നത്. എന്നാൽ അതിന് ആധാരമായിട്ട് നമുക്ക് തിരുവഴുത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫിലിപ്പിയർ 4-ന്റെ 10 മുതൽ 13 വരെ വായിച്ചാൽ കൊള്ളാം. അതിലെ ആ വിഷയത്തിലേക്ക് മാത്രമാണ് ഞാൻ കടക്കുന്നത്. എങ്കിലും ആമുഖമായ ചില കാര്യങ്ങൾ അവിടെ പറയുവാനുണ്ടല്ലോ. ഫിലിപ്പിയർ 4-ന്റെ 10 മുതൽ 13 വരെ എന്നെ വായിച്ചൊന്ന് സഹായിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിന് വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയിട്ടില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വളരെ മനഃപ്പാഠമായ വാക്യങ്ങളാണ് എന്ന് എനിക്കറിയാം. ഇതിൻ്റെ മറ്റൊരു പരിഭാഷ POC-യിലുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിഷയം ഇതൊക്കെ തന്നെയാണ്, എങ്കിലും അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിലെ 11, 12, 13 വാക്യങ്ങൾ മാത്രമാണ് ഈ പതിപ്പിൽ നിന്ന് വായിക്കുന്നത്. ഇങ്ങനെയാണ്: ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വളരെ തെളിവായിട്ട് പറയുന്നത് ആ കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിലെ സംതൃപ്തി എന്നതാണല്ലോ ഞാനൊരു വിഷയമായി നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
സംതൃപ്തി, കണ്ടന്റ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നു. സംതൃപ്തി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അലംഭാവത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥ. അലംഭാവം എന്ന വാക്കിന് നമ്മുടെ ഭാഷയിൽ ഒരു തെറ്റായ അർത്ഥമുണ്ട് എങ്കിലും, സംസാര ഭാഷയിലുണ്ടെങ്കിലും ശരിയായതിൻ്റെ അർത്ഥം ശരിയായ നിലയിൽ തന്നെ തൃപ്തനായിരിക്കുക എന്ന് തന്നെയാണ് അലംഭാവം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ സംതൃപ്തമായ ഒരവസ്ഥയിലാണ് കാരാഗ്രഹത്തിൽ കിടന്നെഴുതുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ. എന്തിനാണ് താനിത് എഴുതിയത്? ആരംഭത്തിലെ വായിച്ചു. അവന് ലഭിച്ച സാമ്പത്തിക കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ്. അത് നമുക്ക് പ്രയോജനകരമാണ്, വളരെ ഗൗരവമുള്ളത് കൊണ്ട് കേവലം നന്ദിയിൽ മാത്രം അത് അവസാനിപ്പിക്കാതെ അതിൽ താൻ സന്തുഷ്ടനായിരുന്നു, അതെനിക്ക് ആവശ്യമായിരുന്നു, അതൊക്കെ ശരിയായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഏതവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുവാൻ തൻ്റെ ഹൃദയം വെമ്പിക്കൊണ്ട്, തൻ്റെ ഹൃദയത്തിലുള്ളത് വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അത് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത് നമുക്കിന്ന് പകൽക്കാലം അനുഗ്രഹത്തിനിടയാക്കട്ടെ എന്ന് ഞാൻ മുഖവരയായി പറയുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സംതൃപ്തമായൊരു ജീവിതം ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ, ഒരു ജെ.സി. റെയിൽ എന്നാണ് തൻ്റെ പേര്, ഞാൻ വായിച്ചിട്ടില്ല, ഒരു മെസ്സേജിൽ കേട്ടതാണ്. താൻ പറഞ്ഞത് 400 വർഷം മുമ്പ് താൻ എഴുതിയ പുസ്തകത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ഇക്കാലങ്ങളിൽ ദൈവവചനം നന്നായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് താൻ. ഇക്കാലങ്ങളിൽ വിനയമുള്ള ചെറുപ്പക്കാരെയും സംതൃപ്തരായ വൃദ്ധന്മാരെയും കാണുവാൻ വളരെ പ്രയാസമാണ് എന്ന്. വിനയമുള്ള ചെറുപ്പക്കാര് ആരും ഇല്ലെന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ വൃദ്ധന്മാരിലും ദൈവിക സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്നവരും ഉണ്ടായിരിക്കും, സംശയമില്ല. എന്നാൽ തൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? വിനയമുള്ള ചെറുപ്പക്കാരനും സംതൃപ്തനായിരിക്കുന്ന ഒരു വൃദ്ധനെയും കാണുവാൻ പ്രയാസമാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ്. സംതൃപ്തി നഷ്ടപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും ഓരോരുത്തർക്കും സംതൃപ്തി നഷ്ടപ്പെടാവുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിത സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, എന്നാൽ സംതൃപ്തിക്കാണ് ഇപ്പോഴും കുറവ് വന്നിരിക്കുന്നത്. വിവിധ കാരണങ്ങൾ അതിനെ ന്യായമായി പറയുവാനുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ് എന്താണ്? ഏത് സാഹചര്യത്തിലും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കാനും തനിക്ക് പ്രയാസമില്ല, ഉന്നതമായ സാഹചര്യങ്ങൾ വന്നാലും തനിക്ക് പ്രയാസമില്ല, അത് കാരാഗ്രഹത്തിലായാലും പ്രയാസമില്ല. ഏത് സാഹചര്യത്തിൽ കൂടെയും, രോഗത്തിൻ്റെ ആകട്ടെ, മാനസിക പീഡയുടേതാകട്ടെ, തന്നെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ, അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങളായാലും ഞാൻ സംതൃപ്തനായിരിക്കുന്നതിൽ ഞാൻ നിഷ്ഠയുള്ളവനാണ്, അത് എനിക്കറിയാം എന്നാണ് ഒരു വാക്ക് നാം വായിച്ചത്. രണ്ടാമത് ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് നാം വായിക്കുകയായിരുന്നു. 11ാം വാക്യത്തിൽ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്തത് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. താഴോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. 3 വാക്കുകളിലേക്ക് അതിനെ ചുരുക്കാൻ സാധിക്കും. 1, തനിക്കറിയാം. 2, താനത് ശീലിച്ചിട്ടുണ്ട്. 3ാമത് പറയുകയാണെങ്കിൽ താനത് പഠിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് ഇത് അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമാണ്. 1, ഇത് കൃത്യമായിട്ട് അറിയണം. സംതൃപ്തി നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? തിരുവഴുത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ പറയാം, മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലല്ലോ. എന്നാൽ ഒരു കാര്യം പറയാം. ആദ്യ മനുഷ്യനിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ തോട്ടത്തിലാക്കി വെച്ച ആദമിനും ഹവ്വയ്ക്കും അവിടെയുള്ള മറ്റു ഫലമൂലാദികളെ കൊണ്ട് തൃപ്തിയില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടല്ലേ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാനായിട്ട് അവർ ആഗ്രഹിച്ചത്? നിഷ്പാപയുഗത്തിൽ സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന ആദ്യ മാതാപിതാക്കളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൂതന്മാർ തൃപ്തരാണോ? ദൂതന്മാർ തൃപ്തരായെങ്കിൽ ലൂസിഫർ പിശാചായി തീരുമായിരുന്നില്ല. എന്തുമാത്രം ഗൗരവമുണ്ട് സംതൃപ്തിയില്ലാത്ത അവസ്ഥ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ശുശ്രൂഷ ജീവിതങ്ങളിൽ നാം സംതൃപ്തരാണോ? നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നാം സംതൃപ്തരാണോ? തൊഴിൽ മേഖലയിൽ സംതൃപ്തരാണോ? ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും സംതൃപ്തരായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൂതന്മാരെയും ആദ്യ മനുഷ്യരെയും വിട്ട് തിരുവഴുത്തിലേക്ക് പിന്നെയും നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ ദിവസങ്ങളിൽ വളരെ രസകരമായി എനിക്ക് തോന്നി. യോനാ പ്രവാചകനോട് നിലവിലേക്ക് പോകുവാനാണ് ദൈവം കൽപ്പിച്ചത്. തർശീശിലേക്കാണ് താൻ പോയത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നതും നമ്മുടെ മധ്യക്ക് കേട്ടുവരാറുള്ള രീതി അല്പം തെറ്റായ നിലയിലുള്ള വ്യാഖ്യാനമാണ്. ദൈവം പറഞ്ഞെങ്കിലും
നല്ലൊരു കപ്പൽ കണ്ടു. തർഷീഷ്, ബ്രിട്ടനാണ് സ്ഥലം. ബ്രിട്ടനിലേക്ക് പോകുന്ന ആ കപ്പൽ കണ്ടപ്പോൾ അതിന്റെ സൗകര്യങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ പോയി എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ തടസ്സമില്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ യോനയുടെ പുസ്തകത്തിന്റെ ഒടുവിലെ വാക്കിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കാണുന്നത്, നിനവയിൽ താൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. വഴിതെറ്റി പോയതുകൊണ്ട്, ദൈവത്തോട് മത്സരിച്ച് അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് അവനെ കടലിലേക്ക് എടുത്തിട്ട് വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നാൽ രണ്ടാമത് നിലവിലേക്ക് പോകാനായിട്ട് തന്നോട് കൽപ്പിച്ച് താൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു. ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നറിയാനായിട്ട് ഒരു കുടില് കെട്ടി താൻ കാത്തിരിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വളരെ വിചിത്രമായി ഈ ദിവസങ്ങളിലാണ് അത് ശരിക്കും മനസ്സിലാക്കിയത്. ആ നിനവെ പട്ടണക്കാർ ദുഃഖിച്ച് അനുതപിച്ച്, അവിടുത്തെ ഉപവാസത്തിന്റെ പ്രത്യേകത മൃഗങ്ങൾ കൂടെ ഉപവസിച്ചു, അല്ലെങ്കിൽ ആ മൃഗങ്ങളെയും ഉപവസിപ്പിച്ചു എന്ന് പറയാം. അത്രയും ഗൗരവമായ സന്ദേശം എടുത്ത് 1,00,000 ചില്ലുവാനം ആളുകൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ യോന പറയുന്ന വാക്കുകൾ വളരെ മനോഹരമാണ്. അല്ലെങ്കിലും ദൈവമേ, എനിക്ക് നിന്നെ അറിയാം, നീ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. നീ അനുദപിച്ചാൽ, അല്ലെങ്കിൽ ജനം അനുദപിച്ചാൽ നീ ആ ശിക്ഷ അവർക്ക് വരുത്തില്ല. ഞാൻ പ്രസംഗിക്കുന്നത് വെറുതെയാണ്, ഞാൻ പറയുന്നത് പോലെ നീ അവർക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന് ദൈവ സ്വഭാവത്തെക്കുറിച്ച് ഭംഗിയായി മനസ്സിലാക്കി യോന 4-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുമ്പോഴാണ് അത് ശരി. താൻ തർശീശിലേക്ക് പോയത് പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞതുകൊണ്ടോ അല്ല, അതിനേക്കാൾ അപ്പുറമായി എനിക്കറിയാം ദൈവത്തെ. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിയുന്നവരാണ്. മോശയ്ക്ക് ദൈവത്തെ അറിയാം. എന്താണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്? യഹോവയായ ദൈവം മഹാകരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയുള്ളവൻ, അകൃത്യം ചോദിക്കുന്നവനാണെങ്കിലും തന്റെ ജനത്തിന്റെ മേൽ 1000 തലമുറകളെ അനുഗ്രഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ആ മഹത്വമാണ് മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞത്. യോനയ്ക്ക് ഈ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും യോന എന്താണ് വിചാരിച്ചത്? ഞാൻ പോയി പ്രസംഗിച്ച്, നിന്റെ നാമത്തിൽ പോയി പ്രസംഗിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ, 1,00,000-ലധികം ആളുകൾ കർത്താവിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ടാൽ പറഞ്ഞ പക്ഷം വലിയ പ്രാസംഗികനായിട്ട് പോലും അസംതൃപ്തനായിരിക്കുന്ന യോനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അസംതൃപ്തനായിരിക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണ്, പരാജയമാണ്. അത് ദൂതന്മാരിലും ആദ്യ മനുഷ്യരിലും ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന ഏവർക്കും അത് പരാജയമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർപ്പിക്കുവാനും പഠിക്കുവാനും എനിക്ക് സാധിച്ചു. പൗലോസ് പറയുന്ന വാക്കുകൾ എന്താണ്? എനിക്കറിയാം, സംതൃപ്തനായിട്ടിരിക്കാൻ എനിക്കറിയാം. നമുക്ക് വേണ്ടുമെന്നും അറിയാമോ? അസംതൃപ്തി എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അഹന്തയിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും നിഗളത്തിൽ നിന്നൊക്കെ ആരംഭിക്കുന്ന ഒരു കാര്യമാണ് അസംതൃപ്തി. ഈ അസംതൃപ്തി കൊണ്ടെത്തിക്കുന്നത് ദയനീയമായ പരാജയത്തിലേക്കാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ മാത്രം നടക്കുന്ന ഒരു എക്സസൈസാണ്, ഒരു വ്യായാമമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ നാം വിശുദ്ധിയെ കാക്കണം, നാം തികച്ചുകൊള്ളണം എന്നാണ് പറയും. അവിടെ നമുക്കാണ് അധ്വാനം തരുന്നത്. ദൈവഭക്തിയിൽ വിശുദ്ധിയെ കാക്കണം, ദൈവഭയത്തിൽ വിശുദ്ധിയെ കാക്കണം. ദൈവഭയം ഒന്നാമത് നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധിയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. വിശുദ്ധിയില്ലാത്ത ഹൃദയങ്ങളിലാണ് അസംതൃപ്തി കുടികൊള്ളുന്നത് എന്നുള്ളതിന് സംശയമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. നമുക്ക് ആഹാബ് രാജാവിനെ കുറിച്ചറിയാം. ആഹാബ് രാജാവ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാകാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ച് അവന് ലഭിച്ചില്ല. അവിടെ വായിക്കുന്നത്, അവൻ കയറി കട്ടിലിന്മേൽ കിടന്നു. രോഗിയായിട്ടല്ല കിടക്കുന്നേ, ചോദിച്ചത് ലഭിച്ചില്ല, അസംതൃപ്തനായിട്ട് കയറി കിടക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. എന്താ രാജാവ് ഇങ്ങനെ ആയിരിക്കുന്നത്? എല്ലാ അധികാരമുള്ള രാജാവ് ഇത്രയും ദുഃഖിതനായിരിക്കുന്ന എന്താണ്? ഇതാണ് കാരണം. ചെറിയൊരു കാരണം മതി അസംതൃപ്തനാകാൻ. പക്ഷേ ആ കാരണം കൊണ്ട് രാജാവ് ചെയ്തത് എന്താണ്? വലിയ ദോഷമായിരുന്നു. പ്രിയമുള്ളവരെ, അത്യന്തം ഗൗരവതരമായ ഒരു മേഖലയാണ് അസംതൃപ്തി എന്നുള്ളത്. അസംതൃപ്തരായിരിക്കാൻ നാം പാടില്ല. നാം സംതൃപ്തരായിട്ടിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും സംതൃപ്തിയുള്ള ഹൃദയമായിട്ടിരിക്കണം. അതിന് ധാരാളം അധ്വാനം നമ്മുടെ ഭാഗത്ത് വേണം. നമുക്ക് തനിയെ അത് സാധിക്കുന്നതല്ല. ഇന്നത്തെ മാനേജ്മെന്റുകളിലൊക്കെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ നിനക്കത് കഴിയും, നീ ചില്ലറക്കാരനല്ല, ആ വാക്ക് പറയുന്നില്ലെങ്കിലും എന്നാൽ അത് സാധ്യമാണ്, നീ ഏതിനെയും നേരിടണം, നിനക്ക് ശക്തിയുണ്ട്, നിന്നാൽ അത് കഴിയും എന്നുള്ള അങ്ങനെയുള്ള മോട്ടിവേഷനാണ്. അത് എത്ര കണ്ട് ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ അത് ചെയ്യേണ്ടതാണ്, നിനക്കത് കഴിയും. എന്നാൽ അത് ചെയ്യുവാനായിട്ട് കർത്താവ് നിന്നെ സഹായിക്കണം. നീ നിസ്സഹായനാണ്, നിനക്കത് കഴിയും, അങ്ങനെയാണ് പറയേണ്ടത്. എന്നാൽ സഹായിപ്പാൻ ആരാണുള്ളത്? കർത്താവിനാൽ സാധിക്കും.
കർത്താവ് കൂടാതെ നിന്റെ സ്വശക്തിയിൽ ആശ്രയിച്ചാൽ നിനക്കത് സാധ്യമല്ല. ഒരിക്കലും ഒരു ദൈവദാസൻ പുലർച്ചെ എണീറ്റ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ സർക്കിളിലേക്ക് ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് ദീർഘദൂരം തന്നെ വാഹനം ഓടിച്ചു വരികയായിരുന്നു. ഒരു വർഷം ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്സുകൾ എടുത്ത് വളരെ വിജയകരമായ ക്ലാസ്സുകൾ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് താൻ പുലർച്ചെ എഴുന്നേറ്റ് രാവിലെ 7 മുതൽ 8 വരെ ബൈബിൾ ക്ലാസ്സിന് വന്നത്. ആ ക്ലാസ് ആരംഭിക്കുമ്പോൾ തനിക്കത് സാധിക്കുമെന്നുള്ള ശങ്ക തനിക്കുണ്ടായിരുന്നു. എന്നാൽ ക്ലാസ്സിന്റെ ഒടുവിൽ താൻ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ അത് സാധ്യമല്ല. പല കാരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എന്നാൽ സാധിച്ചത് ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു. ഇതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായപ്പോൾ എന്നും കൃത്യസമയത്ത് എഴുന്നേൽക്കുവാൻ യാതൊരു മുടക്കം കൂടാതെ ആഴ്ചയിൽ 3 ദിവസം സാധിച്ചത് തന്റെ ശക്തിയാലല്ല എന്നുള്ളത് തനിക്ക് മനസ്സിലായി. അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്. അതാണ് ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകമക്കളാണ് അത് അത്തരം ക്ലാസ്സുകൾ ധാരാളമായിട്ട് എടുക്കുന്നത്. നിനക്കത് സാധിക്കും, നീ ശക്തനാണ്, നീ ചില്ലറക്കാരനല്ല. എവിടെ സാധിക്കും? കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സാധിക്കില്ല. തന്നെയല്ല, മനസ്സ് വിഷമിച്ച് വറീഡായിത്തീർന്നാൽ ആകെ പ്രശ്നമാണ്. അതൊക്കെ വരാതിരിക്കാൻ ക്ഷമിക്കണം. അതിനൊക്കെ യോഗകളുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വിജയകരമല്ല. കർത്താവിനാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഇത്രമാത്രം അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കേണ്ട മേഖലയിൽ നാം എങ്ങനെയാണ് എന്നെ വശത്തേക്ക് കൊണ്ടുവന്നത്? ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വിഷയത്തോട്, ദൈവത്തിന്റെ ന്യായാസനം അല്ലെങ്കിൽ ആ ന്യായാസനത്തോട് ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, നാം എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഹൃദയാവസ്ഥ കൃത്യമായിട്ട് ദൈവം അറിയുന്നുണ്ട്. ആ ഭാഗത്താണ് ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമുള്ളത്. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. പൗലോസിനെ ഈ കാര്യം അറിയാമെന്നുള്ളത് സന്തോഷത്തോടെ പറയുന്നു. തന്റെ ബന്ധനങ്ങളിൽ തനിക്ക് ഇടർച്ച വരുത്തുവാൻ വേണ്ടി അത് അത്യുദ്ധാനം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. തനിക്കത് പ്രശ്നമേ അല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അതിന് പറയുക? നമ്മുടെ ശരീരത്തിൽ ഒരു തേനീച്ച കുത്തിയാൽ അത് തൊലിപ്പുറത്ത് നിൽക്കും, ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകാൻ സാധിക്കും. വ്യത്യാസം അവൾ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അഭിലാഷങ്ങളില്ല എന്നോ ദുഃഖങ്ങളില്ല എന്നോ ആഗ്രഹങ്ങൾ വേണ്ട എന്നോ ഒന്നുമല്ല അർത്ഥമാക്കുന്നത്. ദുഃഖങ്ങളുണ്ടാകും, ആകുലങ്ങളുണ്ടാകും, അഭിലാഷങ്ങളുണ്ടാകും, ആഗ്രഹിച്ച് നടക്കാതെ വരുന്ന രംഗങ്ങളുണ്ടാകും. അപ്പോൾ പിറുപിറുപ്പ് നമ്മിൽ ഒരിക്കലും ഉണ്ടാകരുത്. പിറുപിറുപ്പിന്റെ ഗൗരവം നമുക്കറിയാം. എന്താണ്? ദൈവം അവരിൽ പ്രസാദിക്കാതിരുന്നത്. വാക്യങ്ങൾ എടുക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എന്താണ് പിറുപിറുപ്പ്? പിറുപിറുപ്പുകാർ ആവലാതിക്കാരുമായ ഒരു ജനത്തെ ന്യായവിധിപ്പാൻ കർത്താവ് താൻ 1000 ദൂതന്മാരോടുകൂടെ വരുന്നു എന്ന് യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് ലോകപ്രകാരമുള്ള അല്ലെങ്കിൽ അവിശ്വാസികളെ കുറിച്ചാണ്. എങ്കിലും ദൈവജനത്തിലും ഈ പിറുപിറുപ്പ് ധാരാളമുണ്ടല്ലോ. പിറുപിറുപ്പിന്റെ ദോഷം ഈ പറഞ്ഞ അസംതൃപ്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെയാണ് നാം കടിഞ്ഞാണിടേണ്ടുന്ന മേഖല. അതിനെ കർത്താവിനാണ് ആശ്രയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമാണ്. നാം ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം സംതൃപ്തരായിരിക്കണമെന്നുള്ളത് കൽപ്പനയാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ വേണമെങ്കിൽ അതാകാമെന്ന ചിന്തയല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ കൽപ്പനയാണ്. കൊല ചെയ്യരുത് കൽപ്പനയാണ്. കൽപ്പനാവാചകത്തിലാണ് എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീനെന്ന് അവരെ ഉറപ്പിക്കുന്നത് എബ്രായ വിശ്വാസികളുടെ പശ്ചാത്തലം നമുക്കറിയാം. സ്വത്തുക്കളുടെ അപഹാര നിമിത്തം ഭാരപ്പെട്ട് അവരെ യഹൂദന്മാരാൽ പീഡയേറ്റ് പലായനം ചെയ്തിരുന്ന എബ്രായ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനാണ് കൽപ്പിക്കുന്നത്. തിരുവഴുത്തിൽ എവിടെ നോക്കിയാലും ഉള്ള അവസ്ഥയിൽ അങ്ങനെ ആയിരുന്നാൽ മതി എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അധ്വാനിക്കണം, അത് മേൽക്കുമേൽ വർദ്ധിപ്പിക്കാൻ നോക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ആവശ്യമാണ്. പക്ഷെ ഇല്ലെങ്കിൽ എന്ത് വേണം? അതൃപ്തരായിരിക്കുന്ന അവസ്ഥ. ധനത്തിന്റെ വഞ്ചനയും ദ്രവ്യാഗ്രഹവും നമ്മെ അതൃപ്തരാക്കി തീർക്കും. അസൂയയും നിഗളവും നമ്മെ അതൃപ്തരാക്കി തീർക്കും. അങ്ങനെ വരുന്നാൽ നമ്മിൽ വരുന്ന പാപങ്ങൾ, അനേക തെറ്റുകൾ വന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ കണക്ക് കൊടുക്കുമ്പോൾ നാം ലജ്ജിതരായി തീരേണ്ടി വരും എന്നുള്ളതാണ് ഒരു ഗൗരവതരമായ വിഷയം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ നോക്കി പാർക്കുന്ന നാം കർത്താവിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടെ അവനോട് ചേരും. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അവധിയായി സന്തോഷിക്കുന്നുണ്ട്. സന്തോഷിക്കുവാൻ നമുക്ക് പ്രൊവിഷനുണ്ട്. സന്തോഷിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവന്റെ മുഖം കണ്ട് അവന്റെ അരികിലേക്ക് വരുമ്പോൾ നാം പാടുകയായിരുന്നല്ലോ, ഒഴിഞ്ഞ കൈകളുമായിട്ട് നിന്റെ അരികിലേക്ക് വരുവാൻ ഇടയാകരുത് എന്ന്. മാത്രമല്ല, ലജ്ജിതനായി തീരുന്ന അവസ്ഥ നമ്മളുണ്ടാകും. പ്രിയമുള്ളവരെ, അതിനുള്ള പരിഹാരമാർഗം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. വാക്യങ്ങൾ എടുക്കാൻ സമയമില്ല. നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണല്ലോ. ഇരുട്ടത്തുള്ളത് മറവായത് വെളിച്ചത്ത് കൊണ്ടുവരും. മറവായത് ഹൃദയത്തിൽ എന്താണ് ചിന്തിച്ചിരുന്നത് എന്നതുപോലും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു നാളുണ്ട്. ഇരുട്ടത്തിൽ നിന്ന് എയ്യുന്ന വ്യക്തികൾക്ക് അതൊരു ഗുണപാഠമായിട്ടിരിക്കണം.
ഇരുട്ടിൽ സംഭവിക്കുന്ന, നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തിക്കുന്ന, നാം പ്ലാൻ ചെയ്യുന്ന സകല ഹൃദയ നിരൂപണങ്ങളും ദൈവത്തിന് അറിയാം. എന്തുകൊണ്ടാണ് നോഹയുടെ കാലത്ത് ഒരു പ്രളയം സംഭവിച്ചത്? അവരുടെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് ഞാൻ കണ്ടു. നോക്കുക, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ ഹൃദയ നിരൂപണങ്ങളും ആ ചിന്താഗതികളും ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ ക്ഷമിക്കുമില്ലെങ്കിൽ അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് നമുക്ക് തോന്നാം. അതിനെ ലാഘവമായി കാണരുത്. നാം മറ്റൊരാൾക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന അശുദ്ധ ചിന്തകളായാലും വൈരാഗ്യ ചിന്തകളായാലും എന്തെല്ലാം ചിന്തകളായാലും ആർക്കൊക്കെ എതിരായിട്ട് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ ചെയ്ത് ഒരുപക്ഷെ വെളിപ്പെടാത്ത പാപങ്ങളാണെങ്കിൽ പോലും അത് വെളിപ്പെടും എന്നുള്ളതിന്റെ യാതൊരു സംശയം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുന്ന ഒരു നാളുണ്ട്, അതിന് തക്കവണ്ണം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കത് പലപ്പോഴും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷം നീക്കിയെങ്കിൽ മാത്രമേ സംതൃപ്തനായിട്ടിരിക്കുവാൻ കഴിയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ശരീരത്തിലെ ഭാവങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആത്മാവിലെ പാപം അല്ലെങ്കിൽ ആത്മാവിലെ കന്മഷം എന്നത്, പാപമാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. കന്മഷം എന്നുള്ളത് പലപ്പോഴും ഗൗരവമായി ആത്മശക്തി കൂടുതലാണ്. ദൈവാത്മശക്തിയല്ല, മനുഷ്യന്റെ ആ സോൾ, വിൽ പവർ ശക്തമായതുകൊണ്ട് അത് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ജഡത്തിലെ പാപം പെട്ടെന്ന് അറിയുന്നതും കാണുന്നതും ഷോക്ക് ഉണ്ടാക്കുന്നതും വേണമെങ്കിൽ ഒരു നടപടിക്രമങ്ങളിൽ കൂടെ ദൈവസഭയിൽ അത് പരിഹരിക്കാവുന്നതാണ്. ജഡത്തിന്റെ പാപവും ആത്മാവിലെ പാപവും എന്ന് വേർതിരിച്ചറിയാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. മുടിയൻപുത്രന്റെ സംഭവം തന്നെ നമുക്ക് എടുക്കാം. മുടിയൻപുത്രനെ കുറിച്ച് വേശ്യമാരോടൊക്കെ തന്റെ വസ്തുവക പങ്കിട്ട് മുതലെല്ലാം നശിപ്പിച്ചവനാണ്. അത് ജഡത്തിൽ വന്നൊരു പാപമാണ്, അതിന് ദൃഷ്ടാന്തമായി കാണാം. എന്നാൽ തന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അവിടെയുണ്ട്. എന്താണ്? അപ്പനോട് മത്സരിച്ച് അകത്ത് കയറാതെ എന്നോട് ചോദിക്കാതെ ചെയ്തു എന്നുള്ളതല്ല, ഇത് ചെയ്യാനേ പാടില്ല. മുടിയൻപുത്രനെ മടങ്ങി വന്നാൽ എന്നെ അറിയിച്ചിട്ട് ചെയ്യാവുന്നല്ല തന്റെ സങ്കടം. ഈ മകനോടുള്ള ബന്ധത്തിൽ അപ്പൻ ചെയ്യുന്നത് തെറ്റാണ്. മത്സരിയായ മനോഭാവം. എന്താണ് അതിന്റെ അർത്ഥം? മത്സരത്തിൽ നിന്നുണ്ടാകുന്നത് അസംതൃപ്തി. അവൻ അകത്ത് കയറാതെ നിൽക്കുകയാണ്. ആഹാബ് രാജാവ് കട്ടിലിൽ പോയി കിടന്ന് ഇന്നാക്റ്റീവായിരിക്കുകയാണ്. അവരൊക്കെ നമ്മുടെ ഹൃദയം സംതൃപ്തമായിരിക്കുന്നില്ല എങ്കിൽ, ദൈവം മുൻപാകെ നേരിടുന്നതായി സന്തോഷത്തോടെ ആയിരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ ദയനീയമാണ്. ഒഴിഞ്ഞ കൈകളായിട്ട് മാത്രമല്ല, ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് ദ്രവ്യാഗ്രഹ നിമിത്തം അല്ലെങ്കിൽ അശുദ്ധ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നല്ല കാര്യങ്ങളെ കൊണ്ടൊന്നും ആരെയും പുറത്താക്കുന്ന പ്രശ്നം വരുന്നില്ല. അത് സാധിക്കുന്ന കാര്യവുമല്ല. എന്നാൽ ആ ദുഷ്ടനെ പുറത്താക്കാത്തെന്ന് ചോദിക്കുന്നതിന്റെ കാരണം അത് പരസ്യമായ പാപങ്ങളായിരുന്നു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി ദൈവഭക്തി, ദൈവഭയത്തിൽ, അവിടെയാണ് പ്രാധാന്യം. ദൈവഭയമെന്ന് അനേകർക്കില്ല. ദൈവത്തെ ഭയപ്പെടുവാൻ അവൻ യോഗ്യനാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ, അപ്പനും മകനും പോലെയുള്ള ബന്ധം പോലെ എന്ന് മാത്രം പറഞ്ഞ് ദൈവഭക്തി ജീവിക്കാതിരുന്നാൽ നിഷ്പ്രയോജനമായിട്ട് നമ്മുടെ ജീവിതത്തെ തള്ളി നീക്കാമെന്ന് മാത്രമല്ല, ഏതെങ്കിലും മേഖലകളിലൊക്കെ നമുക്ക് ചിലത് ചെയ്യാൻ സാധിക്കും. എന്നാൽ യേശു തന്ന ശുശ്രൂഷ തികപ്പാൻ നമുക്ക് സാധ്യമല്ല. അതൃപ്തനായ ഒരു മനുഷ്യനെ ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചാൽ തൃപ്തനായി തീരുകയില്ല. ദൃഷ്ടാന്തങ്ങൾ എത്ര വേണം? കോരഹിന്റെ ദൃഷ്ടാന്തം നമുക്കറിയാം. അതിനേക്കാൾ രസകരമായി തോന്നുന്നത് മിരിയാമിന്റെ അനുഭവമാണ്. സ്ത്രീ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അസംതൃപ്തി കൊണ്ട് പാപത്താൽ മലിനപ്പെടുന്ന ഒരവസ്ഥ. എന്താണ് മിരിയാമിന് സംഭവിച്ചത്? കൂശ്യ സ്ത്രീ നിമിത്തം എന്നാണ് അവിടെ പറയുന്നത്. തന്റെ നാത്തൂൻ എന്നാണ് നമ്മുടെ ഭാഷയിൽ. നാത്തൂനെ കുറിച്ചല്ല, അസൂയ നിമിത്തം പിറുപിറുത്തു. പിറുപിറുപ്പ് വരുത്തുന്ന ദോഷം വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നാം, ലഘുവായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ദൈവിക വീക്ഷണത്തിൽ അത് അത്യന്തം ഗൗരവമായിരുന്നു. ആ പിറുപിറുപ്പ് സംഖ്യാപുസ്തകം 12-ാം അധ്യായം ദൈവം കേട്ടു എന്ന് മാത്രമല്ല, ഉടനടി ന്യായവിധി വരുന്നതായിട്ട് കാണുന്നു. അഹന്തയിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, മത്സരത്തിൽ നിന്നും, തന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്നും വ്യതിചലനമാണ് ഈ മത്സര മുഖാന്തരം അല്ലെങ്കിൽ അസംതൃപ്തി മുഖാന്തരം മനുഷ്യന് സംഭവിക്കും. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതാ സംതൃപ്തനായ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കറിയാം. ഒന്ന്, നാം അറിഞ്ഞിരിക്കണം. രണ്ട്, അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിനെ ആശ്രയിക്കേണ്ടത് ദൈവകൃപയിലാണ്. മൂന്ന്, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ നിലയിലേക്കായിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്.
നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം നിങ്ങളുടെ മുൻപാകെ ഒരു തുറന്ന പുസ്തകമാണല്ലോ. എന്നാൽ നിങ്ങളൊക്കെ പോലെ തന്നെയാണ് ഞാനുമായിരിക്കും. എന്നാൽ ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ പ്രചോദിതരായിത്തീരുന്ന സമയങ്ങളിൽ ഒഴിഞ്ഞ കൈകളായിട്ട് നിന്നാൽ സങ്കടകരമാണ്. നമുക്ക് ചില കാര്യങ്ങൾ കർത്താവിലാശ്രയിച്ച് ചെയ്യുവാനുണ്ട്. അതിനെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ദൈവിക ചിന്തകളാൽ മലിനപ്പെടാതെ, ഡിഫൈൻമെന്റ് വരാതെ, പാപത്തിന്റെ മാലിന്യവും കറയും വരാതെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കേണ്ടുന്ന വലിയ ഒരാവശ്യമുണ്ട്. അത് സാധ്യമാകുന്നത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ജാഗ്രതയോടുകൂടെ കാത്തുകൊള്ളണം. നമുക്കറിയാവുന്ന കാര്യമാണ്. സദൃശവാക്യത്തിൽ സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ എന്നാണ് നാം വായിക്കുന്നത്. ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നായതുകൊണ്ട് സകല ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒന്ന് രേഖയാക്കിയാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും സാധാരണ ഒന്ന് രേഖയാക്കിയാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനൊരു പോംവഴിയായിട്ട് പറയുന്നത് ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളൂടെ നമുക്ക് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുക. ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവനെക്കുറിച്ച്, അവളെക്കുറിച്ച്, അവരെക്കുറിച്ച്, എൻ്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച്, അവളുടെ ഉയർച്ചയെക്കുറിച്ചാണോ ചിന്തിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഇതൊരു കൽപ്പനയാണ്. സങ്കീർത്തനം 37 നാം വായിക്കുന്നുണ്ട്, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. വെറുതെ മുഷിയരുത്. ആ മുഷിപ്പൻ ഹൃദയാവസ്ഥയാണ് അസംതൃപ്തിയുടെ ലക്ഷണം. അത് ദോഷത്തിന്റെ ഹേതുവാകുകയുള്ളൂ എന്ന് പഴയ നിയമത്തിൽ പറയുന്നു. എങ്കിൽ ഇതാ ഇവിടെ പുതിയ നിയമത്തിൽ കൃത്യമായി ഏത് സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ ഇരിക്കാൻ എനിക്കറിയാം. ഞാനത് ശീലിച്ചിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ അത് തല ഉയർത്തിപ്പിടിച്ച് അത് പഠിപ്പിക്കാൻ സാധിക്കും. ഒരു പഠിതാവ് എന്ന നിലയിൽ മാത്രമേ എനിക്കത് പറയാൻ അർഹതയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെ ഒന്ന് വെളിപ്പെടുത്തിയത്. അവന്റെ മുമ്പിൽ നാം കടന്നു വരുമ്പോൾ ലജ്ജിതരായി തീരുവാനിടയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് ദൈവം പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചുപോയാലോ, ഒരു വ്യക്തിയോട് കഠിനമായി ഇടപെട്ടു, അനാവശ്യം സംസാരിച്ചു, വഷളാക്കി എന്ന് വിചാരിക്കുക, അദ്ദേഹം മരിച്ചുപോയി. എന്താണ് സംഭവിക്കുക? 1000 വട്ടം ദൈവത്തോട് ഏറ്റു പറഞ്ഞാലും, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിമാനായ ഒരു കാര്യസ്ഥനുണ്ട്. ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രം, ജീവിച്ചിരിക്കുമ്പോൾ അത് ഏറ്റു പറയാൻ സാധിച്ചില്ലെങ്കിൽ നിത്യതയിൽ അത് വെളിപ്പെടുമെന്നുള്ളത് തന്നെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊക്കെ അറിയാം നാം ഏതെല്ലാം വശങ്ങളിലാണ് പരാജിതരെന്ന്. ഞാൻ എന്നെ തന്നെ ഈ ദിവസങ്ങളിൽ പരിശോധിക്കുകയാണ്. ഏതെല്ലാം വശങ്ങളിലാണ് പരാജിതം? അവിടെയൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ ചില വ്യവസ്ഥകളുണ്ടല്ലോ പാപം തീർക്കാനായിട്ട്. ഞാനൊരു സഹോദരനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വ്യവസ്ഥ? ആ സഹോദരൻ അത് ചൂണ്ടിക്കാണിച്ച് സഹോദരനോട് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. അതില്ലാതെ അദ്ദേഹം മരിച്ചും പോയി, ധാരാളം അവസരം ദൈവം തന്നു, എന്നിട്ട് ഇരുന്ന് ഏറ്റുപറഞ്ഞ എന്ത് ഗുണമുണ്ട്? അത് നിത്യത വെളിപ്പെടുത്തും. അത് ദുഃഖകരമാണ്, അത് സങ്കടകരമാണ്, ദയനീയമാണ്. അതുകൊണ്ട് സാധ്യമായ കാര്യങ്ങളിലൊക്കെ ഉയരത്തിലുള്ളത് ചിന്തിച്ച് തൃപ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും, യാതൊരു സംശയമില്ല. അടുത്ത വാക്കിൽ എന്താണ് പറയുന്നത്? എല്ലാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അവിടെ കൂടെ 5 മിനിറ്റ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, തുടരാൻ സമയമില്ലല്ലോ. എങ്കിലും എന്നെ ശക്തനാക്കുവാൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പൗലോസിന് ഈ കാര്യത്തെക്കുറിച്ച് എന്തുമാത്രം അറിവുണ്ടായിട്ടാണ് പറയുന്നത്? സകല കാര്യം തനിക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം കഴിയും. അത് ഒരു വേണ്ടുമണ്ണ് ആലോചിക്കാതെ പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെ തെറ്റുപറ്റില്ല. എല്ലാവരും എന്നെ അനുകരിപ്പിക്കുന്നത് പറയത്തക്ക നിലയിൽ ജീവിതത്തിൽ തെറ്റില്ലാത്ത മനുഷ്യനല്ല എന്നത് ശരിയാണ്. എങ്കിലും ഏതൊരു തെറ്റിനെ കുറിച്ചും ബോധമില്ലാതെ അറിയുന്നതൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് താൻ ഇരിക്കുമ്പോൾ തന്നെ താൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ തികഞ്ഞവനായിരിക്കുന്നില്ല, തെറ്റുകൾ ഉണ്ടായേക്കാം എന്നാണ് തന്റെ മനോഭാവം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? സകലത്തിന് ഞാൻ ശക്തനായി. ദൈവം തന്നെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച ഏതൊരു കാര്യത്തിനും താൻ ശക്തനാണ്. അങ്ങനെയാണ് എടുക്കേണ്ടത്. ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, തൻ്റെ ശുശ്രൂഷ ജീവിതം, മറ്റ് സഹവിശ്വാസികളുമായിട്ട് തൻ്റെ അധ്വാനം, പുറം ലോകവുമായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞ് യേശു തന്ന ശുശ്രൂഷ തികയ്ക്കുവാൻ താൻ ശക്തനാണ്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായൊരു വിഷയമാണ്. യേശു തന്ന ശുശ്രൂഷ തികച്ച്
സന്തോഷത്തോടു കൂടെ താൻ എനിക്ക് മുന്നോട്ട് പോകുവാൻ ശക്തിയുണ്ട് എന്നുള്ള സോഴ്സും കൂടെയാണ് ദൈവം തരുന്നത്. പലപ്പോഴും ഇതിന്റെ സോഴ്സ് അറിയാതെ, കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കാതെ, കർത്താവിനോട് ചേർന്നിരിക്കാതെ, ദൈവകൃപയിൽ ശരണപ്പെടാതെ പാഠങ്ങൾ പഠിക്കാൻ സാധ്യമല്ല. ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്ന പാഠങ്ങളുമല്ല ഇത്. ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ പാഠങ്ങൾ പഠിച്ച് അത് സംതൃപ്തനായിരിക്കാൻ അറിയുകയും അതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതില്ല എങ്കിൽ അത് പാപകരമായ അവസ്ഥയാണെന്നും അതിനേക്കാൾ അപ്പുറമായിട്ട് അനേക പാപങ്ങൾക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്കും മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. അസംതൃപ്തിയാണ് പലരും മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയാനായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ പണിയാനുള്ള ആഗ്രഹം വരും. ആത്മീയ മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും അങ്ങനെ ആഗ്രഹം വരും. എന്നാൽ അതൊക്കെ വെന്തുപോകുന്നതാണെന്ന് നമുക്കറിയാം. 6 മെറ്റീരിയലാണ് പണിയാൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മരം, പുല്ല്, വൈക്കോൽ. കൊടുത്തതല്ലാതെ എടുക്കുന്നതാണ്. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. എന്നാൽ അതൊക്കെ വെന്തുപോകും. ശോധന ചെയ്യുന്ന തീയിൽ കൂടെയാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ അനേക കാര്യങ്ങൾ രഹസ്യത്തിലുള്ളത്, ഇരുട്ടിൽ ചെയ്തത്, മറവായത്, പരിഹാരമില്ലാത്തതൊക്കെയും പരിഹാരമുണ്ടാക്കുവാൻ ഈ സന്ദേശം ഇടയാകണം. അതാണ് എൻ്റെ പ്രധാന ആഗ്രഹം. അങ്ങനെ ആയില്ല എങ്കിൽ പ്രയോജനമില്ലാത്തവരായിട്ട് ദൈവകൃപയുടെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക്, മറ്റവർ ചെയ്യുന്ന ശുശ്രൂഷ തട്ടിയെടുക്കുന്നതല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ആഹാബിന്റെ അനുഭവം എന്തായിരുന്നു? ആ നാബോത്തിന്റെ സ്ഥലം എടുക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ച്? സ്വാഭാവികം അതൊക്കെ. എന്നാൽ ഉയരത്തിലുള്ള ചിന്തിക്കേണ്ടെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായതൊക്കെ എന്താണത്? ഉയരത്തിലുള്ള ചിന്തിക്കാവുന്ന മറ്റൊരു ഭാഷ നമ്മൾ വായിക്കുന്നുണ്ട് എന്നതുപോലെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മെ അലട്ടുന്നത്, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നത്, തകർക്കുന്നത് എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? സ്തോത്രത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ അറിയിക്കുക. എൻ്റെ ദൈവമോദിയുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോളം തീർത്ത് ഏത് സാഹചര്യങ്ങളും ദൈവത്താൽ വന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സംതൃപ്തനായിരിക്കാൻ സാധിക്കും. ജോസഫ് അങ്ങനെയായിരുന്നല്ലോ, അനേക ഭക്തന്മാർ അങ്ങനെയായിരുന്നല്ലോ. എങ്കിലും എൻ്റെ പ്രാണന് വിലയേറിയത് എണ്ണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ദാനിയേൽ അങ്ങനെയാണ് ചെയ്തത്. താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അങ്ങനെയാണ് ദാനിയേൽ 1:8 മറ്റോ വായിക്കുന്ന അങ്ങനെയാണ്. ഹൃദയത്തിൽ രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും ഞാൻ തന്നെത്താൻ അശുദ്ധനാകുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിൽ നിശ്ചയിച്ച് പ്രാക്ടീസ് ചെയ്യുവാൻ, ദൈവകൃപയിൽ ശരണപ്പെട്ട് ധന്യമായ ജീവിതം ചെയ്യുവാൻ ദാനിയേലിന് സാധിച്ചു എന്ന് മാത്രമല്ല, അവന്റെ പ്രാണനെ അവൻ വിലയേറിയതായി എണ്ണിയില്ല. അവിടെയാണ് അതിന്റെ കാര്യം. പ്രിയമുള്ളവരെ, വളരെ വില കേൾക്കേണ്ട, വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളായിരിക്കുന്നത്. കേവലം ഒരു ഒഴുക്കിനനുസരിച്ച് കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും എന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ, അങ്ങനെ നായിപ്പോകാതെ അവന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ കടന്നു വരുമ്പോൾ നല്ലവനും വിശ്വസനമായ ദാസനെ എന്ന് വിളിക്കുവാൻ നമുക്കിടയാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്കറിയണം, നമുക്ക് ശീലിക്കണം, നാം പഠിക്കണം. അത് പ്രാക്ടീസ് ചെയ്ത് സന്തോഷകരമായ ജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി വചനങ്ങൾ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം.